നമ്മൾ ഒരു പഴയ PVC പൈപ്പ് എടുക്കുക. അതിൽ നമുക്ക് 5 സെൻറ്റിമീറ്റർ നീളത്തിൽ മാർക്ക് ചെയ്യാം. അങ്ങനെ നമ്മൾ മാർക്ക് ചെയ്ത ഭാഗം നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ മുറിച്ചെടുത്ത പീസിൽ നമ്മൾ നേരെ മാർക്കർ ഉപയോഗിച്ചിട്ട് മാർക്ക് ചെയ്യാണ്. ആ മാർക്ക് ചെയ്ത ഭാഗം നമുക്ക് ആക്സോ ബ്ലേഡ് ഉപയോഗിച്ചിട്ടൊന്ന് കട്ട് ചെയ്യണം. അങ്ങനെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ കട്ട് ചെയ്ത PVC പൈപ്പ് നമുക്കൊരു ഷീറ്റ് രൂപത്തിലാക്കണം. അത് നമുക്ക് വീട്ടിലുള്ള അയൺ ബോക്സോ അല്ലെങ്കിൽ ഗ്യാസിൻ്റെ തീ കാണിച്ചിട്ടൊക്കെ നമുക്കൊരു ഷീറ്റ് രൂപത്തിലാക്കിയെടുക്കാം. അയൺ ബോക്സ് യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ അതിൻ്റെ മുകളിലൊരു എക്സ്ട്രാ തുണി വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ. അല്ലെങ്കിൽ അയൺ ബോക്സിന് ഈ PVC പൈപ്പിൻ്റെ പ്ലാസ്റ്റിക് ഉരുകി ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ നമ്മൾ ഇതൊരു പ്ലെയിൻ രൂപത്തിൽ നമ്മൾ പരത്തിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ അതിൽ നമുക്ക് മാർക്ക് ചെയ്യണം. ഇതിൻ്റെ സെൻറ്ററിൽ നമ്മൾ മാർക്ക് ചെയ്തിട്ട് അതിനെ 2 പീസാക്കി മാറ്റണം. അങ്ങനെ നമ്മൾ 2 പീസാക്കി മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൽ നമുക്ക് കുറച്ച് അടയാളപ്പെടുത്താണ്ട് നമ്മൾ 2ആക്കി മുറിച്ച പീസിൽ നമുക്ക് 4 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്തെടുക്കണം. ആ 4 സെൻറ്റിമീറ്റർ 2 പീസിൽ നമുക്ക് മാർക്ക് ചെയ്തെടുക്കണം. മാർക്ക് ചെയ്തെടുത്ത ഒരു പീസിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരു സ്കെയിൽ വെച്ചിട്ട് അതിൻ്റെ അളവിൽ നമുക്ക് മാർക്ക് ചെയ്തെടുക്കണം. അതിൻ്റെ 2 സൈഡിലേക്ക് നമ്മളത് മാർക്ക് ചെയ്തെടുക്കണം. വീഡിയോ ശ്രദ്ധിച്ച് വീഡിയോയിൽ കാണുന്ന രീതിയിൽ തന്നെ മാർക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക. രണ്ടാമത്തെ പീസിൽ നമുക്ക് 4 സെൻറ്റിമീറ്റർ തന്നെ മാർക്ക് ചെയ്യുക. എന്നിട്ട് അതിൽ സ്കെയിലിനെക്കാട്ടിൽ നമ്മൾ ആദ്യം മാർക്ക് ചെയ്തതിനേക്കാട്ടിൽ കുറച്ചും കൂടി വലുപ്പത്തിൽ മാർക്ക് ചെയ്യുക. വീഡിയോയിൽ കാണുന്ന രീതിയിൽ മാർക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ആദ്യം സ്കെയിൽ വെച്ച് മാർക്ക് ചെയ്ത ഭാഗത്ത് 2 X ഇട്ടിട്ടുണ്ട്. ആ X ഇട്ട ഭാഗം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാനുള്ളതാണ്. അപ്പോൾ നമ്മൾ X ഇട്ട ഭാഗം നമ്മൾ ആദ്യത്തെ ഷീറ്റിൽ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത ഷീറ്റിൽ നമ്മൾ ലൈൻ ഇടണം. അതായത് ആ 2 വര യോജിക്കണം. അതുവരെ നമ്മൾ ജസ്റ്റ് ഒന്ന് ആക്സൽ ബ്ലേഡ് ഇട്ടൊന്ന് വരച്ചിടണം. അപ്പോൾ നമ്മളത് വരച്ചിട്ട് കഴിഞ്ഞു. ഇനി എന്താ വെച്ചാൽ നമ്മൾ ആദ്യം ഒരു 1.5 സെൻറ്റിമീറ്റർ നീളത്തിൽ നമ്മൾ മാർക്ക് ചെയ്യുക. അതേപോലെ 2 സെൻറ്റിമീറ്ററിൽ മാർക്ക് ചെയ്യുക, 1 സെൻറ്റിമീറ്ററിൽ മാർക്ക് ചെയ്യുക. നമ്മളെടുത്ത 2 പീസിൽ നമുക്ക് ഇതേ അളവിൽ തന്നെ മാർക്ക് ചെയ്യണം. ആ ഭാഗം നമുക്ക് ചൂടാക്കിയിട്ട് മടക്കി വെക്കാനുള്ളതാണ്. മാർക്ക് ചെയ്ത ഭാഗത്ത് നിന്ന് നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെ വരയ്ക്കുക. എന്നിട്ട് നമ്മൾ പഴയ പോലെ നമ്മൾ അയൺ ബോക്സ് യൂസ് ചെയ്തിട്ട് അത് മടക്കി വെക്കണം. വീഡിയോയിൽ ശ്രദ്ധിക്കാൻ കാണാം മടക്കി വെച്ച രീതി. അതേപോലെ മടക്കി വെക്കാൻ ശ്രദ്ധിക്കുക. അങ്ങനെ നമ്മൾ റെഡിയാക്കി വെച്ച പീസുകൾ നമ്മൾ കൂട്ടി വെക്കാൻ പോവുകയാണ്. വെച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് സംഭവം നിൽക്കുന്നുണ്ട്. ഇപ്പോൾ എന്താ വെച്ചാൽ ഇതിൽ കുറച്ച് ഭാഗം നമ്മൾ കുറച്ച് ഭാഗം കയറി നിൽക്കുന്നുണ്ട്. അത് സ്ക്രീനിലോട്ട് കയറി നിൽക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു അളവ് നോക്കിയിട്ട് നമ്മൾ ആ ഭാഗം കട്ട് ചെയ്ത് മാറ്റുകയാണ്. നമുക്ക് 4 സ്ക്രൂ വേണം. ആ സ്ക്രൂ നമ്മൾ നമ്മുടെ PVC പൈപ്പിൻ്റെ മുകളിലോട്ട് നമുക്ക് സ്ക്രൂ ചെയ്ത് വെക്കണം. അപ്പോൾ സ്ക്രൂ ചെയ്ത് വെക്കുന്നെങ്കിൽ നമുക്ക് ആദ്യം ഇതിൽ ഹോൾ ഇടണം. അതായത് സോൾഡിങ് അയൺ വെച്ചിട്ട് നമ്മളിതിൽ ഹോൾ ഇടാൻ പോവുകയാണ്. 4 ഭാഗത്ത് വീഡിയോയിൽ കാണുന്ന രീതിയിൽ 4 ഹോൾ ഇടുക.
രണ്ടാമത്തെ ഫ്രെയിമിൽ നമ്മൾ സെൻട്രലായിട്ട് ഹോൾ ഇടണം. അത് നമുക്ക് നെട്ടും ബോൾട്ടും ഇടാൻ വേണ്ടിയിട്ടുള്ള ഹോളാണ്. അത് ആദ്യം തന്നെ ഇട്ട് വെക്കുക. അങ്ങനെ നമ്മൾ ഹോൾ ഇട്ട് കഴിഞ്ഞു. ഇനി അടുത്ത് എന്താ വെച്ചാൽ നമുക്ക് ആ 4 സ്ക്രൂ ഇതിലിട്ട് പിടിപ്പിക്കണം. സ്ക്രൂ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അധികം ഉള്ളിലോട്ട് പോവാത്ത രീതിയിൽ വേണം സ്ക്രൂ ചെയ്ത് വെക്കാൻ. നമ്മൾ 2 പീസിൽ സ്ക്രൂ ചെയ്ത് കഴിഞ്ഞു. വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ സ്ക്രൂ ചെയ്യുക. നമുക്ക് ആവശ്യമുള്ളത് ഒരു റബ്ബർ ബാൻഡാണ്. ആ റബ്ബർ ബാൻഡ് എടുത്തിട്ട് 4 സ്ക്രൂകളിലോട്ടും ഇത് കണക്ട് ചെയ്തിടാം. അപ്പോൾ നമുക്ക് ഇതിന് സ്പ്രിങ് പോലെ രൂപത്തിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ റബ്ബർ ബാൻഡ് എടുത്തിട്ടുള്ളത്. അങ്ങനെ നമ്മളെ സംഭവങ്ങളൊക്കെ റെഡി ആയി കഴിഞ്ഞ് ഇനി നമുക്കൊരു 3 ക്ലാമ്പ് ആവശ്യമാണ്. 3 ക്ലാമ്പും ഒരു നെട്ടും ബോൾട്ടും 2 വാഷറും നമുക്ക് ആവശ്യമാണ്. നമ്മൾ ആ സെൻറ്ററിൽ ഷോൾഡിങ് ആണ് വെച്ച് ഹോളിട്ട് ആ ഹോളിലൂടെ നമ്മൾ സ്ക്രൂ ചെയ്ത് വെക്കണം. നെട്ടും ബോൾട്ടും ഇട്ടിട്ട് നമ്മൾ ടൈറ്റ് ചെയ്തിടാനുള്ളതാണ്. നമ്മൾ ഇട്ട നെട്ടും ബോൾട്ടും നമ്മൾ ക്ലാമ്പ് ഉപയോഗിച്ച് ടൈറ്റ് ചെയ്യുക. അത്തരത്തിൽ ടൈറ്റ് ചെയ്തിട്ട് വേണം നമുക്ക് ക്ലാമ്പ് ഇതിലോട്ട് സെറ്റ് ചെയ്ത് വെക്കാൻ. ക്ലാമ്പ് ഫ്രെയിമിലോട്ട് സെറ്റ് ചെയ്യുന്നതിന് മുന്നേ പ്ലെയർ ഉപയോഗിച്ചിട്ട് ക്ലാമ്പ് ഒന്ന് അകത്തി കൊടുക്കുന്നത് നല്ലതാണ്. എന്നാലേ നമ്മുടെ കാല് നല്ല പെർഫെക്റ്റ് ആയിട്ട് നിൽക്കുള്ളൂ. മൂന്ന് ക്ലാമ്പ് കൊടുത്തിട്ട് ഫ്രെയിമിലോട്ട് വെക്കുക. വാഷർ ഇടുക, നെട്ട് ഇടുക, ടൈറ്റ് ചെയ്യുക. സ്പാനർ ഉപയോഗിച്ചിട്ട് നല്ല രീതിയിൽ ടൈറ്റ് ചെയ്ത് വെക്കുക. വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ക്ലാമ്പ് ഫിറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. എന്നാലേ മൊബൈൽ പെർഫെക്റ്റ് ആയിട്ട് താങ്ങി നിൽക്കുള്ളൂ. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് ചെരിഞ്ഞ് ചാടാനും മറ്റും സാധ്യത ഉണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അങ്ങനെ നമ്മുടെ മൊബൈൽ ഹോൾഡർ റെഡി ആയി കഴിഞ്ഞു. ഇതിൻ്റെ മുകളിൽ നമുക്ക് മൊബൈലൊന്ന് സെറ്റ് ചെയ്ത് നോക്കാം. ക്ലാമ്പിന് പകരം നമുക്ക് PVC പൈപ്പോ അല്ലെങ്കിൽ മരത്തിൻ്റെ കഷ്ണമൊക്കെ എടുത്തിട്ട് അതിന്മേലൊക്കെ ഇത് ഫ്രെയിം ഹോൾഡ് ചെയ്ത് വെക്കാം.